ഭയങ്കര കോമഡിയായിട്ട് വന്നിരിക്കുന്നൊരു സംഭവം എന്നാന്നറിയോ? ഇപ്പം മോഹൻലാലിൻ്റെയൊക്കെ പടം പൊട്ടി നാശമായിട്ടിരിക്കുവായിരിക്കും. പക്ഷേ നമ്മൾ ഈ പടത്തെ പറ്റി എന്തിനൊക്കെ പറയും. പറഞ്ഞു കഴിയുമ്പോണ്ട് ഈ ഫാൻസുകാർ വന്നിട്ട് "ഓ! നിനക്കറിയത്തില്ല മറ്റല്ല മറിച്ചല്ല ലാലേട്ടൻ എന്ന് പറഞ്ഞത് മറ്റാണ് തല കുത്തി നിക്കും, ചാടും, തുടിക്കും" എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടം കണ്ടിട്ട് അവരുടെ കാശും പോവും, സമയവും പോവും, നാണക്കേടും എല്ലാം ആയിട്ട് അവരെങ്ങനെ ഇങ്ങനെ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വല്ലാത്തൊരു ഗതികെട്ട മനുഷ്യരല്ലേ ഇവന്മാര്. ഈ ഫാൻസ് എന്ന് പറയുന്നവരെ. ഇതെല്ലാം തെറിയും വിളിക്കണം. ഈ മണ്ടത്തരം മുഴുവൻ കാണണം. ഇതെല്ലാം സഹിക്കണം. എന്തൊരു ജീവിതമാ ഇവരുടെ. കമൻസൊക്കെ വന്ന് അടിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ അതോ മറ്റേതാ മറിച്ചതാ. പക്ഷേ ഇനി പൊട്ടന്മാരെ വിശ്വസിക്കുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഇവരുടെ വിചാരം ഇതൊക്കെ വലിയ സിനിമയാണോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു വരുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. പൊട്ടന്മാരല്ലേ, മോഹൻലാലിൻ്റെ ഫാൻസ് അല്ലേ. അവന്മാർക്ക് ബുദ്ധിയും വിവരവും വെളിവും ഉണ്ട്, ഇയാളുടെ ഫാനാവുമോ? അതും ശരിയാണല്ലോ. ചിലപ്പോൾ ഇവർ റിയലായിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഒരുപാട് പേര് ഈ പടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഗതികെട്ടൊരവസ്ഥ ഉണ്ടാകത്തില്ലെന്ന് ഇവർക്ക്. ഈ പന്ന പടമൊക്കെ ഇരുന്ന് ഒത്തിരി നേരം കണ്ടിട്ട് അങ്ങനെ പോകുമ്പോൾ അവർക്കങ്ങനെയൊന്നും തോന്നാറില്ല. ഇവർക്കതൊന്നും മനസ്സിലാകുക എനിക്കറിയത്തില്ല എന്താന്ന്. മനസ്സിലാകുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പന്ന സിനിമയൊക്കെ കണ്ട് എന്നിട്ട് പിന്നെയും ഡിഫെൻഡ് ചെയ്യാൻ ചിലർ ഏതാണ്ടൊക്കെ പറഞ്ഞ് പിടിപ്പിക്കും. അങ്ങനെയല്ല, ആ പടത്തിൽ മറ്റുമുണ്ട് മറിച്ചുമുണ്ട്, ലാലേട്ടൻ്റെ പെർഫോമൻസ് ഇതായിരുന്നു, ജിത്തു ജോസഫ് കിടലിനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദൃശ്യം 3 ഇറങ്ങിയിട്ടുണ്ട് സീരിയൽ. അത് കണ്ടിട്ട് എന്തോ സിനിമയാന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുന്നവന്മാർ തിയേറ്റർ റെസ്പോൺസ് കൊടുക്കുന്നു, തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് റിവ്യൂ പറയുന്നു. ഭയങ്കരം തന്നെ, കഷ്ടം തന്നെ മുതലാളി. ഓ, ഇവന്മാർ സിനിമ കാണാതായിരിക്കും ചിലപ്പോൾ പറയുന്നത്. കാരണം അവർക്ക് അത്രയും ലാഭമുണ്ട്. സിനിമ പൈസയും ലാഭം, സമയം ലാഭം, അത്രയും ബോധം കെട്ട അവസ്ഥ. ഈ മണ്ടത്തരങ്ങൾ തലയിൽ കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ വിവരം കെട്ട പരിപാടികളൊന്നും കച്ചറ സീൻസ് ഒരുപാട് നേരം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. ഏത് നമുക്കൊരു ടെൻഷനാണ്, സ്ട്രെസ്സ് കൂടും. ഈ നശിച്ച പരിപാടി കണ്ടുകൊണ്ടിരുന്നല്ലോ എന്നായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ സിനിമയും കാണത്തില്ല. ഫ്രീ ടിക്കറ്റ് കിട്ടിയാൽ പോലും ആൾക്കാർ സിനിമ കാണത്തില്ല. പകരം അതിൻ്റെ ഫ്രണ്ട് ചെന്ന് ചുമ്മാ ഓരോന്ന് പഠിച്ചു വെച്ചിട്ട് അങ്ങ് പറയും ഇതങ്ങനെയാണ് സിനിമ, മറ്റാണ് മറിച്ചാണ്.